പുലി അന്നേരം ദാണ്ടെ ഇവിടെ വരെ കേറി. ഈ കതവിൽ 2 പിടിയും പട്ടിയെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ ഇവിടുന്നാണ് പട്ടിയെ എടുത്ത് ഉള്ളിലോട്ട് എറിഞ്ഞത്. ഈ ഡോറാണ് ഞാൻ പെട്ടെന്ന് അടച്ചത്. അടച്ചപ്പോ തന്നെ കതവ് പെട്ടെന്ന് അളകുകയും അത് വന്ന് ഒരു മാന്ത് മാന്തി തറയിലൊക്കെ മാന്തി പറിച്ചിട്ടാണ്, പട്ടിയെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ തറയൊക്കെ മാന്തി പറിച്ചിട്ടാണ് പോയത്. ഈ ഡോറയാണ് നമ്മളെ രക്ഷിച്ചത്. ഇവളാണ് എന്നെ രക്ഷിച്ചത്. ഇവളില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് 3:30 ആകുമ്പോൾ മൂത്താളെ നഴ്സറിയിൽ നിന്ന് വിളിച്ചോണ്ട് വരണമായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് 3:15 ആകുമ്പോഴത്തേക്കിന് ഇറങ്ങണം. അപ്പോൾ ആ ഒരു ടൈമിൽ പട്ടി ഭയങ്കരമായിട്ട് 3 മണിയായപ്പോൾ കുരയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്തുവാണെന്നറിയാൻ കൊണ്ട് കതക് തുറന്നു. അടുക്കള വഴി കൂടെ കതക് തുറന്നു ഫ്രണ്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ഡോറ ഭയങ്കര കരച്ചിൽ ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ പട്ടികളൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഡോറ വഴക്ക് പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് ഞാൻ അന്നേരം എൻ്റെ കൂടെ എൻ്റെ ഇളയ കുഞ്ഞായ സാരംഗാണ് ഉള്ളത്. അവന് 2 വയസ്സേ ഉള്ളൂ. അവനും ഉണ്ട്. കാരണം ആ 2 അവന്മാരെ നോക്കുന്നത് ഈ ഡോറയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുഞ്ഞാള് പുറകെ നിൽക്കുന്നത് കൊണ്ടും ഞാൻ അകത്തോട്ട് കയറി വരികയും ചെയ്തു. കുഞ്ഞാള് പുറകെ നിൽക്കുന്നതുകൊണ്ട് ഇവള് കയറി വന്നില്ല. ഇവൾ അന്നേരം ഓടിച്ച് അവനെ എൻ്റെ പുറകെ വിടുകയും ഞാൻ ഡ്രസ്സ് മാറാൻ പോയ ഗ്യാപ്പ് ആയതേ ഉള്ളൂ. അപ്പം ഡോറ കരയുന്നു. ഞാൻ ഓടി വലിയ വായിലൊക്കെ നിലവിളിക്കുകയും വല്ലാതെ സൗണ്ടുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഞാൻ അന്നേരം ഓടി വന്നു. ദാണ്ട് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് ഞാൻ നിന്നത്. നിന്നപ്പോൾ ഡോറ ഓടി വന്ന് എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. അന്നേരം പെട്ടെന്നാണ് പുലിക്കറിയത്തില്ലല്ലോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ള കാര്യം പുലി അറിയുന്നില്ലല്ലോ. ഇവൾ ഓടി ഇതുവരെ വരികയും അത് നേരെ ആ കിണറിന്റെ ഭാഗത്തോടെ മുന്നോട്ട് പോവുകയും ഞാൻ ബാക്ക് വശമാണ് കാണുന്നത് പുലിയുടെ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഡോറെ ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ എടുത്ത് ഹോളിലോട്ട് എറിയുകയായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു കൊച്ചു കതവും കൂടിയുണ്ട്. ആ കതവ് ഞാൻ പെട്ടെന്ന് അങ്ങ് അടച്ച് വലിയ ബഹളം വെക്കുകയും അതിനെ പേടിപ്പിച്ച് ഓടിക്കാനും നോക്കി. അപ്പോൾ ഈ പട്ടിയെ കിട്ടാത്തതിന്റെ ഗ്യാപ്പിൽ ആ കതവിൽ 2 മാന്തും തറയിലൊക്കെ മാന്തി പറിച്ചിട്ട് അതങ്ങ് പോവുകയും ചെയ്തു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനക്കമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പുറത്തെങ്ങും ആരുമില്ല. കാരണം ഇപ്പോഴത്തെ കാലം വെച്ച് എല്ലാവരും ടി വി ഒക്കെ വെച്ച് ഇരിക്കുന്ന ആയതുകൊണ്ടൊന്നും ആവി അനക്കമൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെങ്ങും ഇല്ല. ഞാൻ പേടിച്ച് ഇവിടുന്ന് ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഒരു ചേച്ചി ചോദിച്ചു, നീ എന്തിനാ ഈ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് എന്തോ കയറി വന്ന് എൻ്റെ പട്ടിയെ പിടിച്ചു. പട്ടി വല്ലാതെ ബഹളം വെക്കുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ പോകാൻ ഒത്തിരി താമസിച്ചായിരുന്നു. അന്നേരം ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ മോനും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പം എന്നെ കാണാതെ വന്നപ്പോൾ അവരാണ് വിളിച്ചോണ്ട് വന്നത് കുഞ്ഞിനെ. അന്നേരം ആ ചേച്ചി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യുക, ആ ചേട്ടൻ്റെ പേര് അപ്പു എന്നാ, നീ ഒരു കാര്യം ചെയ്യുക, അപ്പുവിനോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അണ്ണാ എനിക്ക് വീട്ടിലോട്ട് പോകാൻ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാണ്, അണ്ണ ഒന്ന് വരുമോ, എന്തോ എൻ്റെ പട്ടിയെ കയറി പിടിച്ച് എനിക്കൊരു സംശയമുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങളുടെ അമ്മ അടുത്തൊരു വീട്ടിൽ ജോലി ചെയ്യുക. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ട് പറയുമ്പോൾ ആ അമ്മ പറഞ്ഞ് എന്നെ ഫോറസ്റ്റുകാരെ വിളിക്കാൻ. ഞാൻ ആദ്യമേ സമ്മതിച്ചില്ല. നമ്മൾ ഉറപ്പാക്കാതെ എങ്ങനെയാ എന്ന് നമ്മൾ പെട്ടെന്നൊരു കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് പറഞ്ഞുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അന്നേരം പറഞ്ഞു, എന്ത് വന്നാലും വന്ന് നോക്കട്ടെ വെച്ചേ. 2 ആഴ്ചയ്ക്ക് മുന്നേ ഇപ്പുറത്തൊന്നും വേണ്ട, തൊട്ടപ്പുറത്ത് ഭാഗത്തുനിന്ന് ഒരു ആടിനെ പിടിച്ചോണ്ട് പോയി. ആ ഒരു ശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ് ഇത് വന്നത് പോലും അറിഞ്ഞത്. ഈ ഡോറാണ് ഞാൻ പെട്ടെന്ന് അടച്ചത്. അടയ്ക്കുമ്പോൾ പുലി കയറി പെട്ടെന്നൊന്ന് മാന്തുകയും തറയിൽ പട്ടിയെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ മാന്തുകയും മാന്തി പറിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ അപ്പോഴത്തേക്കിന് വലിയ ബഹളവും വെച്ചു. കതവിന് 3-4 അടി അടിച്ചതൊന്നും ഈ കതവുകൾ വരെ വേണ്ട കണ്ടാലറിയാം. ജാവരി വരെ പോയി കതവെല്ലാം ഒടിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്. വനമേഖല ആയതുകൊണ്ട് ശരിക്കും മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. പുലി കയറിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്തൊരു വീട്ടിൽ ആന ജനലിൻ്റെ ചില്ല് പൊട്ടിച്ച് കൈ അകത്തിടുകയും, കാരണം ജനലും കട്ടിലും തമ്മിൽ അധികം ദൂരമില്ലായിരുന്നു. ഒരു കുഞ്ഞും അവിടെ ഇങ്ങനെ 2 മക്കളും അമ്മയും ഉള്ളായിരുന്നു. കൈ എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വനമേഖലയായതുകൊണ്ട് ശരിക്കും മൃഗങ്ങളുടെ ശല്യമുണ്ട്. കുഞ്ഞുങ്ങളെ തന്നെ പുറത്തോട്ട് ഇറക്കാനും സ്കൂളുകളിൽ വിടാനായാലും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കൊച്ചുങ്ങൾ 2 തന്നെ ഉള്ളായിരുന്നു. അന്നേരം ഇത് വരുന്ന പട്ടി ഉണ്ടായതുകൊണ്ട് ഇതുങ്ങളെ സഹായിച്ചത്. ഇപ്പം അവളുണ്ടായോണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും ബലം വന്നതും. കൊച്ചിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇത്രയൊക്കെ പറ്റി. ഇല്ലേ 2 കുഞ്ഞുങ്ങൾ എപ്പോഴും വെളിയിലിരിക്കുന്നത്. മറ്റേതും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത്. പിള്ളേർ പാവക്കുന്നതുകൊണ്ട് അടുത്തുള്ളവരും ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ്. എപ്പോഴും കൊച്ചുങ്ങളെ വഴക്ക് പറയുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പാവക്കുന്നതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇവരിവിടെ കിടന്ന് അടച്ചിട്ട് ഇതിനകത്ത് കിടന്ന് പാവച്ചുകൊണ്ട് എന്തോ പോലെ. സാധാരണ ആ ഒരു സമയം മൂത്താളെ വിളിക്കാനെ കൊണ്ട് പോകാനെ കൊണ്ട് ചെരുപ്പൊക്കെ എടുത്ത് ഈ റോഡിൽ ഇറങ്ങി നിൽക്കേണ്ട സമയമാണ്. എന്തോ ഒരു ദൈവഭാഗ്യം, അന്ന് മാത്രം അവൻ എൻ്റെ കൂടെ കയറി അകത്തോട്ട് വന്നു.
അതല്ല ഇത് നേരത്തെ ഒരു ആടിനെ ഞാൻ കണ്ടത്. ആ 2 ആഴ്ചക്ക് മുന്നേ തന്നെ ഇവിടുന്ന് അടുത്തുനിന്ന് ഒരു ആടിനെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ ആ ആള് പറയാത്തത് മുഖേനയാണ് ഇപ്പം ഈ വീട്ടിൽ പുലി കയറേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം ആ എല്ലാ അല്ലാതെ കുറച്ച് ചുരുക്കം പേർക്ക് മാത്രമേ അറിയുന്നുള്ളായിരുന്നു. പക്ഷെ ആ പുറത്തോട്ട് ഫോറസ്റ്റുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ആ ആള് വിൽക്കുകയും ചെയ്തു. ആ ഒരാടിനെ കൊണ്ടുപോയപ്പോ പേടിച്ച് ബാക്കിയുള്ളതിനെ അങ്ങ് വിൽക്കുകയും ചെയ്തു. അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഇത്ര ആവത്തില്ലായിരുന്നല്ലോ. പിന്നെ കൂട് വെച്ചു. ആ ആ ദാണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് പുൽക്കൂട് സ്ഥാപിച്ചത്. കാരണം പുലി വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് ദാണ്ട് അടുത്തായിട്ട് തന്നെ പുലിക്കൂട് വെക്കുകയും ആടിനെ കൊണ്ട് കെട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വരാറുണ്ട്. ഫോറസ്റ്റുകാർ വരാറുണ്ട്. അവര് വൈകിട്ട് വരാറുണ്ട്. ഇടയ്ക്കും പിഴയ്ക്കും. കാരണം ആ ആന കയറിയിടത്തും പോകുന്നുണ്ട്. നല്ല അടുത്തടുത്തായതുകൊണ്ട് ആന കയറി ചെക്ക് 2 മണിക്കും വന്ന് ഒരു 3 മണിക്കും വരുന്നു. അവരെപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്നുണ്ട്. പോത്തുപാറയിലും ഉണ്ട്. അപ്പൊ ഈ 2 ഇടവും 3 ഇടവും കറങ്ങി തിരിഞ്ഞ് അവർ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് പുറത്തിറങ്ങാനാണ് തന്നെ.